Hello friends, welcome back to my channel. Malayali makeup നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നായിരിക്കും. അപ്പോൾ മറ്റൊന്നല്ല, നിങ്ങൾ തമ്മിൽ കണ്ട രണ്ട് സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവ രണ്ടും എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റിയ രണ്ട് കിറ്റിലെ ഐറ്റംസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഇതുപോലത്തെ പേനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേന ഇപ്പോൾ കാണുന്നുണ്ട് അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ പേനാണ്. ഇത് സാധാരണ പേനല്ല, പകരം നമുക്ക് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള പേനയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങി ഈ സാഹചര്യത്തിൽ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നല്ല, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേന, അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രോയിങ് പേനയാണ്. അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ എന്തൊക്കെയാണ് ഇത് വേണ്ടത് നോക്കാം. അപ്പോൾ അല്പം വെള്ളം വേണം നമുക്ക്. പിന്നെ നമുക്ക് അല്പം കോട്ടൺ ബോൾ, അതായത് പഞ്ഞി എന്ന് പറയുക. അപ്പോൾ പഞ്ഞി അല്പം എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു വയറ് വേണം. അപ്പോൾ വയറ് മുഴുവനായിട്ടും വേണ്ട, നമ്മൾ ആ പേനയുടെ വലുപ്പത്തിലുള്ള ഒരു വയറ് മതി. അത് നമുക്ക് അതിൽ നിന്നൊരു ചെമ്പ് കമ്പി എടുക്കാനാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പഴയ പേനയും വേണം. പിന്നെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വയറെടുത്തിട്ട് അതിൽ നിന്നൊരു ചെമ്പ് കമ്പി ഇങ്ങനെ നീർത്തി വെക്കുക. എന്നിട്ട് ഞാനൊരു കട്ടിംഗ് പ്ലെയർ എടുത്തിട്ടുണ്ട്. നമ്മളൊരു കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് ആ വയറൊന്ന് വലിച്ചെടുക്കണം. അതായത് അതിൽ നിന്നൊരു ചെമ്പ് കമ്പി നമുക്ക് വലിച്ച് എടുക്കണം. എന്നിട്ട് നമുക്കൊരു ചെമ്പ് കമ്പി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒന്ന് പതുക്കെ വലിച്ച് നോക്കിയാൽ ചെമ്പ് കമ്പി കിട്ടുന്നതാണ്. നമുക്ക് ഒരു ചെമ്പ് കമ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പണി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ പേന എടുക്കുക. എന്നിട്ട് പേനയുടെ ഉള്ളിലുള്ള പെന്നിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളയുക. അതായത് ആ പമ്പൊക്കെ ഒന്ന് എടുത്ത് കളയുക. എന്നിട്ട് നമ്മളിനി അതിൻ്റെ പിന്നിലെയും മുന്നിലെയും എല്ലാം മൂടിയൊക്കെ നയിച്ച് വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ചെമ്പ് കമ്പിയുടെ പീസ് എടുത്തിട്ട്, അതായത് ചെമ്പ് കമ്പി എടുത്തിട്ട് ആ പേനക്കുള്ളിലേക്കൊന്ന് ഇറക്കി വെക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഇറക്കി വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇറക്കി വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിൻഭാഗത്താണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ പിൻഭാഗത്തൊന്ന് ഇറക്കി വെക്കുക. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ മൂടി എടുത്തിട്ട് ആ പേനയുടെ പിൻഭാഗത്തൊന്ന് ഇട്ട് വെക്കുക. അതായത് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് നോക്കാം. നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത്, നമ്മൾ ആ ചെമ്പ് കമ്പിയുടെ മറ്റേ ഭാഗം, അതായത് ബാക്കി വരുന്ന ഭാഗം നമ്മൾ ആ മുൻഭാഗത്തോട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുൻഭാഗത്തോട് ഇട്ട് കൊടുത്താൽ കുറേ ഭാഗം ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ആ ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ കത്രിക ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യും. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, അത് ആ മുൻഭാഗത്തോടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ടൈറ്റായിട്ട്, അതായത് വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കണ്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നന്നായി ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്താണെന്ന് നോക്കട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കോട്ടൺ വൂൾ, അതായത് പഞ്ഞി എടുക്കണം അടുത്ത പണിക്ക്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അത് നമ്മൾ ടൈറ്റ് ചെയ്ത് നന്നായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്യട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഞ്ഞി എടുത്ത്, അതായത് കോട്ടൺ ബോൾ എടുത്തിട്ട് അത് ആ വെള്ളത്തിലൊന്ന് ഇട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ ആ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. അതായത് വെള്ളം നന്നായിട്ട് അതിലൊന്ന് നനഞ്ഞ് കിട്ടണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടണം നമ്മളെ പഞ്ഞി. അപ്പോൾ അത് നന്നായിട്ട് നനച്ചെടുക്കാൻ നോക്കുക. നന്നായിട്ട് നനഞ്ഞില്ലെങ്കിൽ നമ്മളത് റെഡി ആവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നനയ്ക്കുക. ഇനി നമ്മൾ നന്നായിട്ട് നനച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, ആ ഒന്ന് ചുരുട്ടിയെടുക്കണം. അതായത് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് അത് നമുക്കൊന്ന് ചുരുട്ടി നീളത്തിലാക്കിയെടുക്കണം.
അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ടും ചുരുട്ടിങ്ങാണ്ട് നീളത്തിലാക്കി എടുക്കുക. ഇനി നമ്മളത് ആ പേനയുടെ മുൻഭാഗത്തിലൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാട്ടിത്തരാം എങ്ങനെയാണെന്നുള്ളത്. അത് നമ്മൾ പേനയുടെ മുൻഭാഗത്തിലൂടെ ഒന്ന് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് വരുന്ന ഭാഗം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കളാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെയിമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഞാനൊന്നുകൂടി ടൈറ്റാകാൻ വേണ്ടിയിട്ട് നീളത്തിലാക്കി ഒന്നുകൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് നിൽക്കുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇനി അതായത് എക്സ്പോഷൻസ് ഒന്നും ഇല്ല, അതായത് കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യില്ല. അല്ല കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. പിന്നെ നമ്മളത് വിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് അതൊന്ന് ഷേപ്പാക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പേനയുടെ അതായത് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ പേനയുടെ പണി മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ പേന ഫുള്ള് അടിപൊളിയായി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും എങ്ങനെയാണ് നമ്മളിതിൻ്റെ വർക്കിംഗ് എന്നുള്ളതൊക്കെ. വളരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അതായത് നമ്മുടെ ശരീരത്തിൽ ചെറിയ ഊർജ്ജമുണ്ട്. അപ്പോൾ ആ ഊർജ്ജം ഉപയോഗിച്ചാണ് നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ടച്ച് ആവുന്നത്. അപ്പോൾ അതങ്ങനെ ടച്ച് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് ഈ പേന ഉപയോഗിച്ച് ടച്ച് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഊർജ്ജം എങ്ങനെയെങ്കിലുമൊക്കെ മൊബൈൽ ഫോണിലെ മുന്നിലേക്ക് എത്തിക്കണം. അപ്പോൾ ഈ പേനയുടെ എത്തിക്കണം. അതിനാണ് നമ്മളവിടെ ചെമ്പ് കമ്പി യൂസ് ചെയ്തത്. അപ്പോൾ ആ ചെമ്പ് കമ്പിയിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ആ ഊർജ്ജം അതിലെ പോയിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ടച്ചായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ്. നമുക്ക് ഇനി അടുത്ത നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡ്, അതായത് മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ കാണുന്ന മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണുള്ളത് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റിയ പേന അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല ഉപകാരപ്രദമാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഡ്രോയിങ് ഒക്കെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല അടിപൊളിയായിട്ട് മൊബൈൽ ഫോണിൽ തന്നെ ഡ്രോയിങ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സാധനമാണ്. അതായത് കിടില ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഇതിന് വലിയ ചിലവൊന്നും വരുന്നില്ല. ചിലവ് എന്ന് പറയാനൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്ത പണിയിലോട്ട് കിടക്കുക, അതായത് മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡൊന്നും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിന് എന്തൊക്കെ വേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാർഡ്ബോർഡാണ്. അതായത് നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കണം. എന്നിട്ട് നമുക്കത് ആവശ്യമുള്ള നീളത്തിലും വീതിയൊക്കെ നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നീളം 25 സെൻറ്റിമീറ്ററും വീതി 7 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ. അപ്പോൾ ആ നീളത്തിൽ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും നമ്മൾ ഇതുപോലത്തെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളവൊന്നുമില്ലാതെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടൂ. അപ്പോൾ നമ്മൾ ആ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ പകുതിയിൽ കൂടുതൽ, അതായത് ഒരു ഭാഗം പകുതിയിൽ കൂടുതലായിട്ട് മടക്കിയെടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് മടക്കിയെടുക്കേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ മടക്കിയെടുക്കുക. അവിടെ മാർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ കൂടുതലായിട്ട് മടക്കിയെടുത്ത ഭാഗത്തിൻ്റെ ഒരു പകുതി ഒന്നുകൂടി മടക്കിയെടുക്കുക. അതായത് അതിൻ്റെ ആ പകുതിയിൽ വെച്ച് ഒന്നുകൂടി മടക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് അതിൻ്റെ മുൻഭാഗത്ത്, അതായത് ആ മടക്കി വെച്ച ഭാഗത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാർഡ്ബോർഡ് അറിയുന്നത് അത്യാവശ്യം കട്ടിയുള്ളതായിക്കോട്ടെ, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് നല്ല കട്ടിയിൽ നിൽക്കും. അതായത് നല്ല ഉറപ്പിൽ നിൽക്കും. മൊബൈൽ ഫോണൊക്കെ നല്ല രീതിയിൽ നിൽക്കും അതിൽ. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് എവിടെയാണ് നിൽക്കേണ്ടത്, അതായത് ചെറിയ ചെരി വരുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്യാം. നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് ഹോൾ ചെയ്ത്, അതായത് അവിടെ ഒരു ഹോൾ ഇട്ടെടുക്കണം. ഇപ്പോൾ ഞാൻ കത്തി വെച്ചാൽ ഹോൾ ഇടണേ.
അതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് ഹോൾ ഇട്ടെടുക്കുക. നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ ഭാഗം ആ ഹോളിലൂടെ ഒന്ന് ഇറക്കി കൊടുക്കണം. അപ്പോൾ നമ്മളൊന്ന് തള്ളി കൊടുക്കുമ്പോൾ തന്നെ, അതായത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് ഇറങ്ങി കിട്ടുന്നതാണ്. ഇനി നമ്മളത് ഇറങ്ങി കിട്ടിയ ഭാഗത്ത് അല്പം ഗ്ലൂ ഇട്ടിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഗ്ലൂ ഇട്ട് കുറച്ച് നേരം നമ്മളൊന്ന് പ്രസ് ചെയ്ത് നിൽക്കണമെങ്കിൽ മാത്രമേ അതൊന്ന് ഒട്ടൂ. ഇനി നമുക്കതിൻ്റെ പിൻഭാഗത്ത്, അതായത് നമ്മൾ നേരത്തെ മടക്കിയതിൻ്റെ പിൻഭാഗത്ത് അല്പം ഗ്ലൂ ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ വെക്കുമ്പോൾ ഒരു ചെറിയ കനം വരുമ്പോൾ അത് പിന്നിലോട്ട് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ നിന്ന് അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ മുൻഭാഗത്ത്, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിൻ്റെ മുൻഭാഗത്ത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 2 മടക്ക് നമ്മൾ ഇടുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കണം. 2 3 നിങ്ങൾക്ക് എത്രയാണ് ബാക്കി വരുന്നത് അവിടെ ഒരു മൊബൈൽ ഫോൺ കൊള്ളുന്നത് വെച്ച് ബാക്കി ഒഴിച്ചിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം. മൊബൈൽ ഫോണിൻ്റെ വീതി എത്രയാണ് അത് നോക്കിയിട്ട് ബാക്കി നമുക്കൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ എന്നിട്ട് അവിടെ ഗ്ലൂ ഒന്ന് ഇട്ടിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും എങ്ങനെയാണെങ്കിലും ഒട്ടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതേമാതിരി തന്നെ ഒട്ടിച്ചെടുത്താൽ മതി. നമുക്കത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ മൊബൈൽ സ്റ്റാൻഡിൻ്റെ പണി മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റിയാണ്. പിന്നെ നിങ്ങൾ ഇനി മൊബൈൽ ഫോൺ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗ്ലൂ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണിലാകെ ഗ്ലൂ ആണുള്ള സാധ്യത. അപ്പോൾ എന്തായാലും ആവും. അപ്പോൾ നിങ്ങൾ ഗ്ലൂ ഒട്ടിയിട്ട്, അതായത് ഗ്ലൂ മുഴുവനായിട്ട് ഒട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം മൊബൈൽ ഫോൺ വെച്ച് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യും. പിന്നോട്ട് മടങ്ങിയതാവൊന്നും ചെയ്യില്ല, ഒരു ഷെയ്ക്കുമില്ല. നമുക്ക് അവിടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ക്ലാസ് കാണുന്നവർക്ക് വളരെ ഭംഗിയായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും കരുതിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് മേക്ക് ചെയ്തെടുത്ത ഈ 2 സാധനങ്ങൾ നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവസാനം പറയുന്നത് പോലെ തന്നെ ഇതിൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ സിനാൻ.